ടു ഇമ്പൾസ് നമ്മൾ നോക്കാൻ പോകുന്ന ഗ്ലൂക്കോമയാണ്. അപ്പോൾ ചിന്തിക്കേണ്ട തങ്കമോ ഒരു സാധനമാണ് ഗ്ലൂക്കോമ. അങ്ങനെയല്ല. ഗ്ലൂക്കോമ എന്ന് വെച്ചാൽ നമ്മുടെ കണ്ണുണ്ടെന്ന സീരിയസ് കണ്ടീഷൻ ആട്ടോ. നമ്മൾ അന്ധനായി പോവും. ഞാൻ എന്തിനാണ് ഗൈസ് എന്ന് പറയുന്ന പോലെ അന്ധനായി പോവും. സോ ബേസിക്കലി പ്രായമാകും തോറും ഒക്കെയാണ് നമുക്ക് ഈ ഗ്ലൂക്കോമ വരുന്ന. ഒരു 60 വയസ്സ് കഴിയുമ്പോൾ നമ്മുടെ കണ്ണൊക്കെ ഒപ്റ്റിക് നെർവ് കടിച്ചു പോകും. അപ്പോൾ ചോദിക്കോട്ടെ നാളെ പോകുമ്പോൾ നിങ്ങളുടെ ഗ്ലൂക്കോമ എന്താ മക്കളെ എന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കണം, അമ്മച്ചി 60 വയസ്സ് കഴിയുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രശ്നമാണ്, കണ്ണിന് വരുന്ന പ്രശ്നമാണ്, അപ്പോൾ ഒപ്റ്റിക് നെർവ് അടിച്ചു പോകുന്ന സാധനമാണെന്ന് പറഞ്ഞു കൊടുക്കണം കേട്ടോ. എന്നാൽ മാത്രമേ നമുക്ക് പഠിക്കാൻ പറ്റത്തുള്ളൂ. സോ ബേസിക്കലി ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ ടിമലോൾ പോലുള്ള ഡ്രഗൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ബേസിക്കലി ഗ്ലൂക്കോമ ട്രീറ്റ് ചെയ്യുന്നത് കേട്ടോ. സോ ഇത്രയും മനസ്സിലാക്കി വെക്കുക. സോ എന്താണ് ഗ്ലൂക്കോമ? ഗ്ലൂക്കോമ ഞാൻ പറഞ്ഞു, ഐ ഡിസീസ് ആണ്. ഒപ്റ്റിക് നെർവ് ഡാമേജ് ആകുന്ന ഒരു സാധനമാണ്. നമ്മൾ കണ്ണടിച്ചു അന്ധനായി പോകും. ഞാൻ എന്തിനാണ് ഗൈസ് എന്ന് പറയുന്ന പോലെ ആയിപ്പോകും കേട്ടോ. സോ കോസ് എങ്ങനെ ഉണ്ടാവും? നമ്മുടെ കണ്ണിനകത്ത് ഫ്ലൂയിഡ് കെട്ടി നിൽക്കും കേട്ടോ, വെള്ളം കെട്ടി നിൽക്കും. അങ്ങനെ ഫ്രണ്ട് പോർഷൻ ഓഫ് ഐയിൽ വെള്ളം കെട്ടി നിന്നിട്ട് നമുക്ക് ഇൻട്രാ ഓക്കുലർ പ്രഷർ, കണ്ണത് BP കൂടും, പ്രഷർ കൂടും കേട്ടോ. കണ്ടതുള്ള BP കൂടുന്ന കേട്ടിട്ടില്ലേ? അതേപോലെ തന്നെ പ്രഷർ കൂടുന്നൊരു പരിപാടിയാണ് ഗ്ലൂക്കോമ എന്ന് വെച്ചാൽ. സോ റിസ്ക് ഫാക്ടർ ഉണ്ട് കേട്ടോ. നമുക്ക് 60 വയസ്സിന് മേലെ ആണെങ്കിൽ ഗ്ലൂക്കോമ വരാൻ ചാൻസ് ഉണ്ട്. ഫാമിലി ഹിസ്റ്ററി ഒരു ചാൻസ് തന്നെയാണ്. സോ അതൊക്കെ ഗ്ലൂക്കോമ വരെയുള്ള കണ്ടീഷനൊക്കെയാണ്. പിന്നെ ചില മരുന്നുകൾ കഴിക്കുമ്പോൾ ഗ്ലൂക്കോമ വരെയുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. സോ പ്രിവെൻഷൻ എങ്ങനെയാണ്? നമ്മൾ നേരത്തെ കണ്ടുപിടിക്കുക, ഗ്ലൂക്കോമ ഉണ്ടോ ഇല്ലെന്ന് കണ്ടുപിടിക്കുക. അങ്ങനെ നമ്മൾ മാറ്റുക എന്നുള്ളത് മാത്രമേ നമുക്ക് ഗ്ലൂക്കോമയ്ക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. സോ ടൈപ്പ് ഓഫ് ഗ്ലൂക്കോമ നോക്കാം. ജസ്റ്റ് പേര് മാത്രം പഠിച്ചാൽ മതി. ഓപ്പൺ ആംഗിൾ ഗ്ലൂക്കോമ, ആംഗിൾ ക്ലോഷ്യർ ഗ്ലൂക്കോമ, നോർമൽ ടെൻഷൻ ഗ്ലൂക്കോമ. സോ എന്താ ഓപ്പൺ ആംഗിൾ ഗ്ലൂക്കോമോ, തുറന്ന് കിടക്കുന്ന ഗ്ലൂക്കോമോ എന്നല്ല. ഇത് കൂടുതലായിട്ട് കാണുന്നൊരു ടൈപ്പ് ഓഫ് ഗ്ലൂക്കോമയാണ് ഓപ്പൺ ആംഗിൾ ഗ്ലൂക്കോമ എന്ന് വെച്ചാൽ. സോ ഇവിടെ ആംഗിൾ ബിറ്റ്വീൻ ഐറിസ് ആൻഡ് കോർണിയ, ഐറിസിന്റെയും കോർണിയയുടെ എന്തായിരിക്കും? ഓപ്പൺഡ് ആയിരിക്കും, തുറന്നിട്ടുണ്ടായിരിക്കുക. സോ അവിടെ ഡ്രെയിനേജ് കനാൽസ് എല്ലാം ക്ലോഗ്ഡ് ആയിരിക്കും. അവിടെ കൂടെ ഡ്രെയിനേജ് സിസ്റ്റം ഉണ്ട് കേട്ടോ. പുറത്തേക്കൊക്കെ പോകുന്ന ഒരു ചാലുണ്ട്, ഒരു ചാല് പോലെ ഉണ്ട്. ആ ചാലൊക്കെ ബ്ലോക്ക്ഡ് ആയിരിക്കും. അങ്ങനെ ബ്ലോക്ക് ആവുന്നത് കാരണം ഇതിനകത്ത് പ്രഷർ കൂടുകയും അങ്ങനെ ഉണ്ടാവുന്ന ഗ്ലൂക്കോമയാണ് ഓപ്പൺ ആംഗിൾ ഗ്ലൂക്കോമ എന്ന് പറയുന്നത്. ഇനി ആംഗിൾ ക്ലോഷ്യർ ഗ്ലൂക്കോമയാണ് എന്ന് പറഞ്ഞാൽ ആംഗിൾ ക്ലോസ് ആകുന്നു എന്നല്ല. സോ ഇത് ലെസ് കോമൺ ആണ്, പിന്നെ സിവിയർ ആണ്, പ്രശ്നമുള്ള കേസാണ്. നമ്മുടെ ഐറിസ് ഇല്ലേ, ഐറിസ് ബൾജായി പോകും കേട്ടോ. ബൾജ് ആവുന്നതാണ് ചെയ്യുന്നത്. സോ ബേസിക്കലി ഒന്നെങ്കിൽ നാരോയിങ് ആവുന്നതോ അല്ലെങ്കിൽ ബ്ലോക്കിംഗ് ആവുന്നതോ. ഈ നേരത്തെ പറഞ്ഞ ഈ ഡ്രെയിനേജ് ഇല്ലേ, ഈ ഡ്രെയിനേജ് നാരോ ആവുകയോ അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യുകയോ ആവുകയാണെങ്കിൽ ഐറിസും കോർണിയയ്ക്കും ഇടയിൽ എന്ത് ചെയ്യുന്നു, ലൈക്ക് പ്രഷർ ഫോം ചെയ്തിട്ട് ഐറിസ് ഇങ്ങനെ ബൾജായി വരുന്നൊരു പരിപാടിയാണ് കേട്ടോ. സോ ബ്ലോക്കിംഗ് ദ ഡ്രെയിനേജ് ആംഗിൾ ബിറ്റ്വീൻ ദ ഐറിസ് ആൻഡ് കോർണിയ. സോ ഐറിസിനെയും കോർണിയയുടെ ഇടയിലുള്ള ഡ്രെയിനേജ് ബ്ലോക്ക് ആവുകയാണ് ചെയ്യുക. ഒന്നെങ്കിൽ നാരോ ആവുക ഇല്ലെങ്കിൽ ബ്ലോക്ക് ആവുക എന്നുള്ളതാണ്. സോ നെക്സ്റ്റ് നോർമൽ ടെൻഷൻ ഗ്ലൂക്കോമയാണ്. സോ ഇതൊരു ഓപ്പൺ ആംഗിൾ ഗ്ലൂക്കോമ തന്നെയാണ്. ഒപ്റ്റിക് നെർവ് തന്നെ ഡാമേജ് ആവുന്നത്. സോ നോർമൽ ഐ പ്രഷർ, നമ്മുടെ സാധാരണ ഐ പ്രഷർ അല്ലേ, അങ്ങനെ വരുമ്പോഴുണ്ടാവുന്ന ഒരു പ്രശ്നം തന്നെയാണ് നോർമൽ ടെൻഷൻ ഗ്ലൂക്കോമ. സാധാ ആൾക്കാർക്ക് പെട്ടെന്നിരിക്കെ വരുന്നു, അടിച്ചു പോകുന്നു കേസ്. അതാണ് പരിപാടി കേട്ടോ. സോ ക്ലാസിഫിക്കേഷൻ നോക്കാം. ബീറ്റ അഡ്രിനർജിക് ബ്ലോക്കേഴ്സ്, ടിമലോൾ, ലീവോബിനോൾ ആൻഡ് കാർട്ടിലോൾ ആണ്. എല്ലാം ലോളിൽ അവസാനിക്കുക. ആൻഡ് ആൽഫ അഡ്രിനർജിക് അഗോണിസ്റ്റ് ഉണ്ട്, ഡിപ്പിവെഫറിൻ ആൻഡ് അപ്രാക്ലോണിഡിൻ ഉണ്ട്. ആൻഡ് പ്രോസ്റ്റഗ്ലാൻഡിൻ അനലോഗ്സ് ഉണ്ട്, ലറ്റ്നോ പ്രൊസ്റ്റ് ആൻഡ് ട്രവോ പ്രോസ്റ്റ്. ആൻഡ് കാർബോണിക് അൺഹൈഡ്രസ് ഇൻഹിബിറ്റേഴ്സ് ഉണ്ട്, ഡോസിലമൈഡ് ആൻഡ് ബ്രിൻസോളമൈഡ്. സോ ഈ ഡ്രഗ്സ് ഒക്കെ നമ്മൾ ഓൾറെഡി പഠിക്കും കേട്ടോ, പലയിടത്തും പഠിക്കുന്ന ഡ്രഗ്സ് ആണ്. സോ അതുകൊണ്ട് തന്നെ സെയിം ക്ലാസിഫിക്കേഷൻ ആയിട്ട് എഴുതാനൊക്കെ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും കേട്ടോ എന്ന് ഞാൻ പ്രതീക്ഷിക്കപ്പെടുന്നു. സോ ടിമലോൾ എന്താണ്? ടിമലോൾ ഒരു നോൺ സെലക്റ്റീവ് ബീറ്റ അഡ്രിനർജിക് ബ്ലോക്കർ ആണ്. മറന്നു പോകരുത്, ടിമലോൾ ഇസ് എ നോൺ സെലക്റ്റീവ് ബീറ്റ അഡ്രിനർജിക് ബ്ലോക്കർ ആണ്. സോ ഗ്ലൂക്കോമയ്ക്കും ഇൻട്രാ ഓക്കുലർ പ്രഷർ, നമ്മുടെ കണ്ണകത്ത് ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവില്ലേ, ഹൈപ്പർ ടെൻഷൻ കൂടുന്നത് അല്ലേ, BP കൂടുന്ന പരിപാടിക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു ഡ്രഗാണ് ടിമലോൾ എന്ന് വെച്ചാൽ. സോ ബേസിക്കലി അക്വസ് ഹ്യൂമർ, നമ്മുടെ കണ്ണകത്തുള്ള അക്വസ് ഹ്യൂമർ കുറയ്ക്കുവാണ് ചെയ്യുക. അങ്ങനെ പ്രഷർ കുറയും. നമ്മുടെ കണ്ണകത്ത് വെള്ളം കെട്ടി നിൽക്കുന്ന കുറയുവാണെങ്കിൽ സംഭവിക്കും, പ്രഷർ കുറയില്ലേ, അത് തന്നെയാണ്. അപ്പം നമ്മൾ പ്രഷർ കുറച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന രീതി. അഡ്മിനിസ്ട്രേഷൻ എങ്ങനെ? നമുക്ക് ഐ ഡ്രോപ്പ് ആയിട്ട് ഉപയോഗിക്കാം, നമ്മളൊക്കെ അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് എവിടെയാണോ കണ്ണിൻ്റെ ഏത് ഭാഗത്തും ഒഴിക്കേണ്ട നമുക്ക് ഒഴിച്ചാൽ മതിയല്ലോ അല്ലേ. സോ എഫക്റ്റീവ്നെസ് പറയുകയാണെങ്കിൽ ഹൈലി എഫക്റ്റീവാണ്, നല്ലൊരു മരുന്നാണ്. സോ നമുക്ക് വിഷനൊക്കെ കറക്റ്റാക്കി തരുന്ന ഒരു മരുന്നാണ് ടിമലോൾ. അപ്പോൾ എത്രയേ ഉള്ളൂ, ബീറ്റ അഡ്രിനർജിക് ബ്ലോക്കർ. അത് മാത്രമേ പഠിക്കേണ്ടേ ഉള്ളൂ, ബാക്കിയെല്ലാം കഴിഞ്ഞിട്ട് എഴുതാമെന്നുള്ള സംഭവം മാത്രമേ ഉള്ളൂ. സോ ഫാർമക്കോളജിക്കൽ ആക്ഷൻ ഓഫ് ടിമലോൾ പറയുവാണെങ്കിൽ ഫസ്റ്റ് വൺ ഇസ് റിസപ്റ്റർ ബൈൻഡിങ് ആണ്. എവിടെയാ? ബീറ്റ അഡ്രിനർജിക് റിസപ്റ്റർ ആണ്, നമ്മൾ ഓൾറെഡി അറിയാം അല്ലേ. ഇനി അക്വസ് ഹ്യൂമർ റിഡക്ഷൻ, അക്വസ് ഹ്യൂമർ കുറയ്ക്കുന്നു, പ്രഷർ എന്ത് ചെയ്യുന്നു, കുറയ്ക്കുവാണ് ചെയ്യുക. ആൻഡ് ന്യൂറോ പ്രൊട്ടക്ഷൻ ആണ്. അതായത് നമുക്ക് നമ്മുടെ പ്രഷർ കുറയ്ക്കുന്നതുകൊണ്ട്, നമ്മുടെ കണ്ണകത്ത് പ്രഷർ കുറയ്ക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ഒപ്റ്റിക് ന്യൂറോണൊക്കെ ഫർദറിൽ ഡാമേജ് ആവാതെ വലിയ പ്രശ്നമൊന്നും ഇല്ലാതെ ഒരു 4-5 വർഷം കൂടെ അങ്ങോട്ട് പോവാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ടിമലോൾ എന്ന് പറഞ്ഞാൽ കേട്ടോ, വേറൊന്നുമില്ല. സോ ടിമലോളിൻ്റെ ഇൻഡിക്കേഷൻ ഒക്കെ എങ്ങനെയാണ്? നമ്മൾ ഗ്ലൂക്കോമയ്ക്ക് ഉപയോഗിക്കാറുണ്ട് അല്ലേ, ഞാൻ ഓൾറെഡി പറഞ്ഞു. സോ ഓക്കുലർ പ്രഷർ കുറയ്ക്കുവാണ്,
ആൻഡ് ഓക്കുലർ ഹൈപ്പർ ടെൻഷൻ. സോ കണ്ണിലുണ്ടാകുന്ന ഹൈപ്പർ ടെൻഷൻ കുറയ്ക്കും. ആൻഡ് മൈഗ്രെയിൻ പ്രിവെൻഷൻ. കാര്യം ഈ കണ്ണിൻ്റെ അകത്തുള്ള ഓക്കുലർ പ്രഷർ കാരണമൊക്കെ ചിലർക്ക് മൈഗ്രെയിൻ വരാറുണ്ട്. സോ മൈഗ്രെയിൻ കുറയ്ക്കാറുണ്ട്. ഹൈപ്പർ ടെൻഷൻ, നമ്മൾ ഹൈപ്പർ ടെൻഷനും ടിമിലോൾ കൊടുക്കാറുണ്ട് എന്നുള്ളതാണ് കേട്ടോ. സോ നെക്സ്റ്റ് വൺ ഈസ് കോൺട്രാ ഇൻഡിക്കേഷൻ ആണ്. റെസ്പിറേറ്ററി കണ്ടീഷൻ, അതായത് ഇപ്പോൾ പേഷ്യൻ്റ് ആസ്മയൊക്കെ ഉള്ള അല്ലെങ്കിൽ COPD ഉള്ള പേഷ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ടിമിലോൾ കൊടുക്കാൻ പറ്റില്ല. കാര്യം അത് ബുദ്ധിമുട്ടുണ്ടാക്കും എന്നുള്ളതാണ്. പിന്നെ അത് മാത്രമല്ല കാർഡിയക് ഇഷ്യൂസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ സൈനസ് ബ്രാഡികാർഡിയൊക്കെ ഉള്ള പേഷ്യൻസ് ആണെന്നുണ്ടെങ്കിൽ, ലൈക്ക് സെക്കൻഡ് ഓർ തേർഡ് ഡിഗ്രി ഏട്രിയോ വെൻട്രിക്കുലർ ബ്ലോക്കോ അല്ലെങ്കിൽ ഓവർ ഹെഡ് കാർഡിയക് ഫെയിലിയേഴ്സ് ഒക്കെ ഉള്ള പേഷ്യൻ്റ് ആണെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യുക, ഈ കാർഡിയക് ഇഷ്യൂസ് തന്നെ അങ്ങ് പഠിക്കുക കേട്ടോ. മേജർ ടേംസുകൾ റെസ്പിറേറ്ററി കണ്ടീഷൻ, കാർഡിയക് ഇഷ്യൂ തന്നെ പഠിക്കുക. ഫർദർലി എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ആൻഡ് എൻഡോക്രൈൻ ഡിസോർഡർ, സോ ബേസിക്കലി ഹൈപ്പോതൈറോയിഡിസം, തൈറോയിഡ് കൂടിയ പേഷ്യൻസ് ഇല്ലേ, അല്ലെങ്കിൽ ഡയബറ്റീസ് കൂടിയ പേഷ്യൻസ് ഇല്ലേ, അവർക്കൊന്നും കൊടുക്കാൻ പറ്റില്ല. ആൻഡ് ന്യൂറോമസ്കുലർ കണ്ടീഷൻ, സോ ലൈക്ക് മൈസ്തീന ഗ്രാവിസ് പോലുള്ള ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ടിമിലോൾ അധികം കൊടുക്കാറില്ല, ഒഴിവാക്കാൻ പറയും കേട്ടോ. കാര്യം മസിൽ വീക്ക്നെസ് ഒക്കെ ഉള്ള ആൾക്കാരിലൊക്കെ ഉണ്ടെങ്കിൽ കൂടുതൽ മസിൽ വീക്ക്നെസ് ഉണ്ടാക്കാനുള്ള ചാൻസ് ഒക്കെ ടിമിലോളിനുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഉപയോഗിക്കേണ്ട നമ്മൾ പറയും കേട്ടോ. സോ അഡ്മിനിസ്ട്രേഷൻ, സോ ഞാൻ ഓൾറെഡി പറഞ്ഞു നമ്മൾ ഐ ഡ്രോപ്പാണ്. സോ അതൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല, എത്ര നേരം ഒഴിക്കണം എന്നൊന്നുമില്ല. ഒരു ദിവസം 2 നേരം 12 മണിക്കൂർ ഇട്ട് ഒഴിക്കാൻ നമ്മൾ പറയുക. സോ ഡ്രോപ്പായിട്ട് ഒഴിക്കാൻ പറയും. ഇന്നർ കോർണയിൽ നമ്മൾ പയ്യെ ഒഴിക്കാനാണ് പറയുക കേട്ടോ. സോ നമ്മൾ റെഗുലർലി മോണിറ്റർ ചെയ്യും. കാര്യം എന്താണ്, ടിമിലോൾ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മോണിറ്റർ ചെയ്യാനായിട്ട് പറയും എന്നുള്ളതാണ്. സോ നെക്സ്റ്റ് പൊട്ടൻഷ്യൽ സൈഡ് എഫക്റ്റ് ആണ് ഓക്കുലർ എഫക്റ്റ്. ഐക്ക് ചെറിയ ഇറിറ്റേഷൻ ഉണ്ടാവും, ഐ കത്തുന്ന പോലെ തോന്നും, പിന്നെ ബ്ലേഡ് വിഷൻ ഉണ്ടായിരിക്കും. ആൻഡ് ഡ്രൈ ആയിട്ടുള്ള ഒരു ഐ, നമുക്ക് എപ്പോഴും ഒരു ഉണങ്ങിയ കണ്ണ് പോലെ തോന്നും കേട്ടോ. ഐലഡ് ഇൻഫ്ലമേഷൻ, നമ്മുടെ കണ്ണിൻ്റെ ആ കൺപോളയില്ല, നമുക്ക് എപ്പോഴും ഇങ്ങനെ ഇൻഫ്ലൈറ്റ് ആയിട്ടിരിക്കും കേട്ടോ. സോ എന്തൊക്കെയാണ് ഐ ഇറിറ്റേഷൻ, ബ്ലഡ് വിഷൻ, ഡ്രൈ ഐ ആൻഡ് ഐ ഇൻഫ്ലമേഷൻ ആണ്. ആൻഡ് സിസ്റ്റമിക് എഫക്റ്റ് ഉണ്ട് കേട്ടോ. ബ്രാഡികാർഡിയ, നമ്മുടെ ഹാർട്ട് റേറ്റ് കുറയും, ഫെറ്റീഗ്, ഡിസിനസ്, ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത്, ഡിപ്രഷനൊക്കെ നമുക്ക് തോന്നും കേട്ടോ. സോ ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യമാണ്. അലർജിക് റിയാക്ഷൻ ഉണ്ടാവും, ബ്ലഡ് ഷുഗർ ലെവൽ ചേഞ്ച് ആകും, ഹെയർ ലോസ് ഉണ്ടാകും, സെക്ഷൽ ഡിസ്ഫങ്ഷൻ ഉണ്ടാകും. സോ ഇത്രയേ ഉള്ളൂ, ഭയങ്കര സിമ്പിൾ സാധനമാണ്, ഒന്നുമില്ല. ആകെപ്പാടെ എന്താ പറഞ്ഞത്, ഒന്നും പറഞ്ഞില്ല അല്ലേ. സോ 3 ടൈപ്പ് ഓഫ് ഗ്ലൂക്കോമ ഉണ്ട്. ഗ്ലൂക്കോമ റെപ്റ്റിക്കൽ ഡാമേജ് ഉണ്ടാവുന്നു, നമുക്കറിയാം. സോ ക്ലാസിഫിക്കേഷൻ ബീറ്റ അഡ്രെനർജിക് ബ്ലോക്കർ, ആൽഫ അഡ്രെനർജിക് അഗോണിസ്റ്റ് ആൻഡ് പ്രോസ്റ്റഗ്ലാൻഡിൻ അനലോഗ്, കാർബോണിക് ആൻഹൈഡ്രസ് ഇൻഹിബിറ്റർ. സോ ടിമിലോളിൻ്റെ കേസ് പറഞ്ഞു, നോൺ സെലക്റ്റീവ് ബീറ്റ അഡ്രെനർജിക് ബ്ലോക്കർ ആണ്, അത് മാത്രമേ പഠിക്കേണ്ട ആവശ്യമുള്ളൂ. സോ എന്താണ് ഗ്ലൂക്കോമ, ഓക്കുലർ ഹൈപ്പർ ടെൻഷൻ, മൈസ്തീന ഗ്രാവിസ് ഹൈപ്പർ ടെൻഷൻ. സോ കോൺട്രാ ഇൻഡിക്കേഷൻ, റെസ്പിറേറ്ററി കണ്ടീഷൻ, കാർഡിയക് ഇഷ്യൂസ് ഒക്കെയാണ് ഞാൻ ഓൾറെഡി പറഞ്ഞു. അഡ്മിനിസ്ട്രേഷൻ ഐ ഡ്രോപ്പ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത് പറഞ്ഞു. ആൻഡ് സൈഡ് എഫക്റ്റ് ഓൾറെഡി അറിയാം. സോ സിമ്പിളാണ്. സോ ഡ്രഗുകൾ വേണം എന്നുണ്ടെങ്കിൽ, എക്സ്ട്രാ ഡ്രഗ് വേണമെങ്കിൽ നമ്മൾ ഫർദർലി പഠിക്കുന്നതിൻ്റെ ഏതെങ്കിലും കൂടെ ചേർത്ത് എഴുതാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നെക്സ്റ്റ് വേണം. താങ്ക് യു, നന്ദി, നമസ്കാരം.